ശുദ്ധജലക്ഷാമം വലിയ തോതിൽ വലിക്കുന്ന ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്രവാസികളുടെ വക തെളിനീർ. കുവൈത്ത് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷനാണ് സ്കൂളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ശുദ്ധജലക്ഷാമം മൂലം പ്രവർത്തനം തന്നെ താളം തെറ്റുന്നതും വിദ്യാർത്ഥികൾ വലിയ തോതിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നതും കണ്ടറിഞ്ഞാണ് ഹോസ്തൃക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കുവൈത്ത് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷൻ കുടിവെള്ള സംവിധാനം സംഭാവന ചെയ്തത്. അസോസിയേഷൻ രക്ഷാധികാരിയായിരുന്ന സഗീർ തൃക്കരിപ്പൂരിന്റെ ഓർമ്മയ്ക്കായാണ് ഈ തെളിനീർ പദ്ധതി. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നിമിഷങ്ങളെ സാക്ഷിയാക്കി ചൊവ്വാഴ്ച രാവിലെ മണ്ഡലം MLA ഇ ചന്ദ്രശേഖരൻ കുടിവെള്ള പദ്ധതി സ്കൂളിന് സമർപ്പിച്ചു. ജില്ലയിൽ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന 6ാമത്തെ പദ്ധതി എന്ന നിലയിലാണ് ഹോസ്തൃക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതിന് മുമ്പായി അത് കോഴിയടുക്കത്ത്, ഉള്ളേരി, തൃക്കരിപ്പൂർ, കാസർഗോഡ്, അങ്കണിമൊത്തം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹോസ്തൃകയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം 1000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയം ശുദ്ധജലം ലഭ്യമാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ചടങ്ങിൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് CH മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. മുഖ്യ രക്ഷാധികാരി സത്താർ കുന്നിൽ, മലബാർ വാർത്ത മാനേജിംഗ് എഡിറ്റർ ബഷീർ ആറങ്ങാടി, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ AV സുരേഷ് ബാബു, PTA പ്രസിഡന്റ് രഞ്ജിരാജ് കരിന്തളം, മദർ PTA പ്രസിഡന്റ് ഹസീന, വികസന സമിതി ചെയർമാൻ സന്തോഷ് കുശാൽ നഗർ, പ്രധാനാധ്യാപകൻ SP കേശവൻ, EKK പടന്നക്കാട്, അനിൽ കള്ളാർ, മൊയ്തു ഇരിയ, ജലീൽ ആരിക്കാടി, ഹാരിസ് മുട്ടുന്നല, നിസാം മൗക്കോട്, അഷ്റഫ് കൊച്ചാണം തുടങ്ങിയവർ സംബന്ധിച്ചു. ഹമീദ് മദൂർ സ്വാഗതം പറഞ്ഞു. ഇതിന് സമാനമായി കോളിയടക്കം ഹൗസിംഗ് കോളനിയിലും മുള്ളേരിയ ഗാഡിക്കുട്ടി പ്രദേശത്തും സംഘടന നേരത്തെ തന്നെ ശുദ്ധജല പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലായിരുന്നു 3ാമത്തെ പദ്ധതി. പൊതുവിദ്യാലയങ്ങളിലെ ജലക്ഷാമം മുൻനിർത്തി അങ്കണിമുഖർ ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു 4ാമത്തെ പദ്ധതി. 5ാമത്തെ കുടിവെള്ള പദ്ധതി 100 വർഷത്തിലധികം പഴക്കമുള്ള കാസർഗോഡ് GUP സ്കൂളിനും സമർപ്പിച്ചു. 6ാമത്തെ പദ്ധതിയാണ് ഹോസ്തൃക സ്കൂളിന് നൽകിയത്. ഇങ്ങനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ഒപ്പം 100 കണക്കിന് പൊതുജനങ്ങളുമാണ് ഇപ്പോൾ കുവൈറ്റ് കാസർഗോഡ് എക്സ്പാട്രിയേറ്റ് അസോസിയേഷന്റെ കുടിവെള്ള പദ്ധതിയുടെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 20 വർഷം പിന്നിടുന്ന അസോസിയേഷൻ അംഗങ്ങൾക്കായി നടത്തുന്ന പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് സാമൂഹ്യ സേവനം കൂടി മുൻനിർത്തി ഇത്തരം പ്രവർത്തനങ്ങളും നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.